ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചായിരുന്നു അല്ലെ. പ്രധാനമായിട്ടും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ റൈറ്റ് ആംഗിൾ ആണെന്നുള്ള പഠിച്ചു. അത് തന്നെ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻസിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ള പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡയമീറ്ററിന്റെ എൻസിൽ നിന്നും ഓരോ ഡിഫറെന്റ് പോയിന്റ്സിലേക്ക് വരയ്ക്കുമ്പോൾ കൺസെപ്റ്റ് അല്ലെ. ഓൺ ദ സർക്കിൾ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂട്ട് ആംഗിൾ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് അല്ലെ. അപ്പോൾ അതിലോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ, നമ്മുടെ ടെക്സ്റ്റില് ഒരു രണ്ട് തിയറം കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട്. തിയറം ഇതാണ്: ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ then they meet on the circle. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞേക്കുന്നത്, ഒരു സർക്കിളിന്റെ ഒരു ഡയമീറ്റർ, ഈ ഡയമീറ്ററിൽ നിന്ന് ഞാൻ ഒരു ലൈൻ എങ്ങോട്ടെങ്കിലും ഒന്ന് വരയ്ക്കും. ഡയമീറ്ററിൽ നിന്ന് വെറുതെ ഒരു ലൈൻ വരയ്ക്കും. അടുത്ത എൻഡിൽ നിന്നും ശ്രദ്ധിക്കണം, എന്താ പറയുന്നത്, ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് വരച്ച ഒരു ലൈന് അടുത്ത എൻഡിൽ നിന്നും ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. അതായത് ഇവിടുന്ന് വരയ്ക്കുന്ന ലൈൻ ആദ്യം വരച്ച ലൈനിന് എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഓൺ ദ സർക്കിൾ ആയിരിക്കും, സർക്കിളിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് മറ്റു രീതി പറഞ്ഞേക്കുന്നത്, ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ടു എൻഡ്സിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് എവിടെ മീറ്റ് ചെയ്യും, സർക്കിളില് മീറ്റ് ചെയ്യും. സെയിം കൺസെപ്റ്റ് തന്നെ മറ്റൊരു രീതി, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇത് തന്നെ മറ്റു രീതി പറയാണ്: ഓൾ പെയർസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് drawn from the ends of a fixed line meet on a circle with that line as diameter. Okay. അടുത്തത്, ഇപ്പൊ നമ്മൾ സർക്കിൾ വരച്ച് ഡയമീറ്ററിന്റെ എൻസിൽ നിന്നാ വരച്ചത്. വെറുതെ ഒരു ലൈൻ വരയ്ക്കും. ശ്രദ്ധിക്കണം, ആദ്യം ഒരു ഇനിഷ്യൽ ലൈൻ, ഇതിന്റെ രണ്ടിന്റെയും എൻഡിൽ നിന്ന് നമ്മൾ ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഇതിന്റെ എൻഡിൽ നിന്ന് ആദ്യം ഒരു ലൈൻ വരച്ചു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ എൻഡിൽ നിന്നും ഒരെണ്ണം വരച്ചു. ഓക്കെ. അടുത്തത്, ഇവിടെ അത് മറ്റൊരു ലൈൻ വരച്ചു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ദാണ്ട് ഈ എൻഡിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ഓക്കെ. ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരെണ്ണം വരച്ചു. ഓക്കെ. അവർ പറയുന്ന കൺസെപ്റ്റ് ഇതാണ്: ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസുകൾ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്സ് നോക്കുക. ഇതെല്ലാം ഒരേ സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. ഏത് സർക്കിളിലെ? നമ്മൾ ആദ്യം എടുത്ത ആ ഫിക്സഡ് ലൈൻ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലെ പോയിന്റ് ആയിരിക്കും ഇത്. രണ്ട് കാര്യം പറഞ്ഞ, എന്തൊക്കെയാ പുതിയ രണ്ട് കാര്യം പറഞ്ഞത്? ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻസിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് സർക്കിളിലെ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം പഠിച്ച തിയറി എന്തുവായിരുന്നു? സർക്കിളിന്റെ എൻഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, സർക്കിളിലെ ഒരു പോയിന്റ്, ഡയമീറ്ററിന്റെ എൻസിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരച്ചാൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. അതിന് റിവേഴ്സ് ആണ് പറയുന്നത്. ഡയമീറ്ററിന്റെ എൻസിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ വരുന്ന രീതി വരയ്ക്കുകയാണെങ്കിൽ അത് എവിടെയായിരിക്കും, സർക്കിളിലെ പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞത് സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ 90 ഡിഗ്രിയാണ്. ഇനി 90 ഡിഗ്രി ആണോ, അത് ആ പോയിന്റ് എവിടെയായിരിക്കും, സർക്കിളിലായിരിക്കും. ഇപ്പൊ പറഞ്ഞത്, ഇവിടെ നമ്മൾ സർക്കിൾ ആദ്യമേ ഇല്ല, ആദ്യം ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ആ ലൈനിന്റെ എൻഡിൽ നിന്ന് വരയ്ക്കുന്ന മറ്റു രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ആണെങ്കിൽ ആ ഇനിഷ്യൽ ലൈൻ ഡയമീറ്റർ ആയിട്ട്, വ്യാസമായിട്ട് വരയ്ക്കുന്ന വൃത്തം, സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പോയിന്റ്സിലൂടെ എല്ലാം കടന്നു പോകും. ഇതാണ് അടുത്ത തിയറം പറയുന്നത്. അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റും കൂടെ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് പഠിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്, നമുക്ക് അതിലേക്കൊന്ന് പോകാം. പേജ് നമ്പർ 42. ഓക്കെ. 42ലെ ഫസ്റ്റ് പ്രോബ്ലം ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ആദ്യം ആ ഫിഗർ ഒന്ന് നോക്കാം. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞു പോകേണ്ട കാര്യമേ ഉള്ളൂ.
ഓക്കെ, ശ്രദ്ധിച്ചോളുക. പറഞ്ഞേക്കുന്നത് അത് കുറച്ച് ആംഗിൾസ് വന്നിട്ടുണ്ട്. 70 ഡിഗ്രി, ഇത് 110 ഡിഗ്രി. ഓക്കെ, ഇതാണ്. പേരൊന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച്. ഇതെല്ലാം ഈ രണ്ട് ഒരു ഫിക്സഡ് ലൈനിന്റെ എൻഡിൽ നിന്ന് വരച്ചിരിക്കുന്ന രണ്ട് ലൈൻസുകൾ ചേർന്നുണ്ടാകുന്ന ആംഗിൾസ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാംഗിൾ ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണേഴ്സ് ഓഫ് ഈച്ച് ട്രയാംഗിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. അതായത് ഈ ബോട്ടം സൈഡ് ഇത് ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ വരച്ചൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിത് ജസ്റ്റ് ആംഗിൾ വെച്ച് പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ മൂന്ന് കോർണേഴ്സിന്റെ പൊസിഷൻ പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി നമുക്ക് ഒരു പേര് കൊടുക്കാം. എ ബി, ഇവിടെയാണെങ്കിൽ പി ക്യു ആർ അല്ലെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആംഗിളിന്റെ മെഷറിനേക്കാൾ അത് ഈക്വൽ ടു 90, ഗ്രേറ്റർ ദാൻ 90, ലെസ് ദാൻ 90 എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പോ ആംഗിൾ പി 110 ഡിഗ്രി, അതെന്താ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതുപോലെ വരയ്ക്കുന്ന നമ്മൾ സർക്കിളിന്റെ എൻഡിൽ നിന്നും ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നും സർക്കിളിനകത്തെ ഒരു പോയിന്റിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഈ ആംഗിള് 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് പി എന്ന് പറയുന്ന പോയിന്റ് പൊസിഷൻ എവിടെയായിരിക്കും? എ ബി ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ പിയുടെ പൊസിഷൻ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. എവിടെയായിരിക്കും? വൃത്തത്തിന് ഉള്ളിലായിരിക്കും. ഇനി എ ബി ഡയമീറ്റർ ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ക്യൂവിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ക്യൂ എന്ന് പറയുന്നത് ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ക്യൂവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. 90 ആയതുകൊണ്ട് അത് സർക്കിളിലും, ഇത് 90 കൂടുതലായതുകൊണ്ട് ഇൻസൈഡ് ദ സർക്കിളും. ഇനി ആറിന്റെ പൊസിഷനോ? ആർ എന്ന് പറയുന്നത് ആംഗിൾ ആർ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രിയിൽ കുറവായതുകൊണ്ട് പൊസിഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്തായിരിക്കും. എപ്പോഴാ? എ ബി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ. എ ബി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ വരയ്ക്കുന്ന സർക്കിള് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ ഇങ്ങനെ പോകായിരിക്കും. അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഇത് ഇൻസൈഡും ഇത് ഔട്ട്സൈഡും, ക്യൂ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളുമായിട്ട് വരും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏകദേശം ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് ഒരു കോഡിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോ 55 ഡിഗ്രി, ഇതാണെങ്കിൽ 105 ഡിഗ്രി, 110 ഡിഗ്രി, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ കോഡിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ അതർ ടു കോർണേഴ്സ് ആർ ഇൻസൈഡ്, ഓൺ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദ ഡയഗണൽ ആസ് ഡയമീറ്റർ. നമ്മൾ ഈ കോഡിലാറ്ററിന് ഡയഗണൽ വരച്ചിട്ട് ആ ഡയഗണൽസ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കാന്നിരിക്കട്ടെ. ആ ഡയഗണൽസ് ഡയമീറ്റർ ആക്കി, ഡയഗണൽ എന്ന് പറയുമ്പോൾ രണ്ട് വെർട്ടെക്സ് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ രണ്ട് വെർട്ടെക്സും കണക്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ ബാക്കി രണ്ട് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഇത് രണ്ടും. അതിന്റെ പൊസിഷൻ പറയണം. ഇനി ഇത് ഈ രണ്ട് ഡയഗണൽസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ, ഈ രണ്ട് കോർണേഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്സുകളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡയഗണലിനെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് വെർട്ടെക്സിന്റെ പൊസിഷൻ, ആ ഡയഗണൽസ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ബാക്കി രണ്ട് വെർട്ടെക്സുകളുടെ പൊസിഷൻ ആണ് പറയേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. നാലാമത്തെ ആംഗിൾ കൂടെ കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? വേണമെങ്കിൽ നമുക്ക് ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ എ ബി സി ടി അല്ലെ. അപ്പൊ ആംഗിൾ എ നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ എ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ടോട്ടൽ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 അല്ലേ. അപ്പൊ 360 മൈനസ് ബാക്കി ഏതൊക്കെയാ? 105 പ്ലസ് 55 പ്ലസ് 110. ഇത് മൂന്നൂടെ ആഡ് ചെയ്യുമ്പോ എത്രയാണോ കിട്ടുന്നത് അത് എന്ത് ചെയ്യാം? 360 എന്ന് കുറയ്ക്കുക. കാര്യം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 360. അപ്പൊ 360 മൈനസ് 105ഉം 55 കൂടെ ആകുമ്പോ 110 ആകുമ്പോ 220 270 അല്ലെ. 270 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഓക്കെ, 270 എന്ന് കിട്ടും. 360 മൈനസ് 270 എന്ന് പറഞ്ഞാൽ എത്രയാ?
90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പോ ആംഗിൾ എയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി നമ്മള് പൊസിഷൻസ് പറയണം. എങ്ങനെയാണ്? നമ്മൾ ആദ്യം എ സി ഡയമീറ്റർ ആക്കി സർക്കിൾ വരയ്ക്കാന്നിരിക്കട്ടെ. എ സി ആണ് ഡയമീറ്റർ എങ്കിൽ, എ സി ഡയമീറ്റർ ആണെങ്കിൽ നോക്കിയേ, ബാക്കി രണ്ട് ആംഗിളിന്റെ മെഷർമെന്റ് എന്തുവാ? ആംഗിൾ ബി, ആംഗിൾ ഡി, ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ആ പോയിന്റ് പൊസിഷൻ എവിടെയാണ് പിടിച്ചിരിക്കുന്നത്? ഇൻസൈഡ് ദ സർക്കിൾ ആണ്. അപ്പോ എ സി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? 90 ഡിഗ്രി, 105 110 വന്നതല്ല, 90യിൽ കൂടുതൽ എന്നുള്ളതിനാണ് ഇമ്പോർട്ടന്റ് ഇവിടെ. അപ്പോ 90യിൽ കൂടുതലായതുകൊണ്ട് ബിയുടെയും ഡിയുടെയും പൊസിഷൻ എവിടെയായിരിക്കും? ബിയും ഡിയും എവിടെയായിരിക്കും? ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും. ഇൻസൈഡ് ദി സർക്കിൾ വരും. ഓക്കെ ആണല്ലോ. എന്തുകൊണ്ടാ? ബിയും ഡിയും 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് എ സി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കും. ഇനി അല്ല, നമ്മൾ ബി ഡി ആണ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നതെന്ന് വിചാരിക്കും. എന്ത് ചെയ്യുന്നുണ്ട്? ബി ഡി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നു. ബി ഡി ആണ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കിയേ, ആംഗിൾ എ എന്ന് പറയുന്നത് ബി ഡി ഡയമീറ്റർ ആകുമ്പോ ആംഗിൾ എ എത്രയാ? അത് 90 ഡിഗ്രിയാണ്. ആണോ? ആംഗിൾ എ 90 ഡിഗ്രി ആയതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഓൺ ദി സർക്കിൾ ആയിരിക്കും. എവിടെയായിരിക്കും? കാര്യം 90 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്, ലൈൻസിന്റെ എൻഡിൽ നിന്നും വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ലൈൻ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലെ പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് ബി ഡി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഇതിലൂടെ കടന്നു പോകും, എയിലൂടെ കടന്നു പോകും. അപ്പൊ എ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആയിരിക്കും. ആംഗിൾ സി എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. therefore സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. സർക്കിളിന് പുറത്തായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതാണ് അടുത്ത കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാല് അവിടെ ഫിഗർ ഒന്നും വരയ്ക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതും. If circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameter, then with respect to each circle, what would be the third vertex? Where would be the third vertex? അപ്പൊ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഒരു സർക്കിളിന്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. സൈഡ്സ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. നമുക്ക് ആംഗിൾസ് അറിഞ്ഞാൽ മാത്രമേ വെർട്ടെക്സുകളുടെ പൊസിഷൻ പറയാൻ പറ്റത്തുള്ളൂ. ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഒരു സൈഡ് ഡയമീറ്റർ ആയിട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ ഒരു സർക്കിൾ തന്നതിനകത്ത് ഓരോ സൈഡും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ, സൈഡ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 വെർട്ടെക്സ് ഓൾറെഡി സർക്കിളിലാണ്, മൂന്നാമത്തെ വെർട്ടെക്സിന്റെ പൊസിഷനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ്? ഇപ്പോ ജസ്റ്റ് ഒരു സർക്കിള് ഞാനിപ്പോ ഫിഗർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു. എനിക്ക് അറിയത്തില്ല ഏതൊക്കെയാണ്. ഇപ്പോ 5 ഞാൻ ഫിഗർ പിന്നെ വരയ്ക്കാം. നമുക്ക് ആ സൈഡ് എന്ന് പറയാം. 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ സൈഡ്സ് ആണ്. സൈഡ്സിൽ നിന്ന് തൽക്കാലം ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ആംഗിൾ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇതിനകത്ത് നമുക്ക് ആംഗിൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ പൊസിഷൻ പറയാൻ പറ്റത്തുള്ളൂ. അടുത്ത പ്രശ്നം, ഇങ്ങനെ സൈഡ്സിൽ നിന്ന് ആംഗിൾ പറയണമെങ്കിൽ ഒന്നെങ്കിൽ അതൊരു ഇക്വലാറ്റർ ട്രയാംഗിൾ ആയിരിക്കും. ഇത് ഇക്വലാറ്റർ ട്രയാംഗിൾ ആണോ? നമുക്ക് ആംഗിൾ കൃത്യമായിട്ട് അറിയുകയും വേണ്ട, എത്രയാണെന്നുള്ളത് അറിയണ്ട. പകരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 90 ആണോ, 90ൽ കൂടുതലാണോ, 90ൽ കുറവാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അക്യൂട്ട് ആംഗിൾ ആണോ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ, റൈറ്റ് ആംഗിൾ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ആംഗിളിനെ കുറിച്ച് പറയണമെങ്കിൽ പോലും അതൊന്നെങ്കിൽ ഇക്വലാറ്ററിലാണെങ്കിൽ നമുക്ക് പറയാം എല്ലാം അക്യൂട്ട് ആംഗിൾ ആണ്, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഐസോസിലസ് ആണെങ്കിൽ പോലും പറ്റത്തില്ല. ബാക്കി പിന്നെ പറ്റുന്ന ഒരു ട്രയാംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. സൈഡ്സിൽ നിന്നും, എന്തായാലും ഇത് കാണുമ്പോഴേ അറിയാം ഇക്വലാറ്റർ അല്ല, സൈഡ്സിൽ നിന്നും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണോ അല്ലയോ? ഒരു ട്രയാംഗിൾ എപ്പോഴാണ് റൈറ്റ് ആംഗിൾ ആകുന്നത് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ?
ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് അതിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ്. ഇതിനകത്ത് ഒരു ആംഗിളും അറിയത്തില്ല, പിന്നെ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മോളർ സൈഡ്സുകളുടെ സ്ക്വയേഴ്സിന്റെ സമ്മ് ലാർജർ സൈഡ്സിന്റെ സ്ക്വയറിന് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം? പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുക. എന്തോ പൈതഗോറസ് തിയറം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറോട് ആഡ് ചെയ്യുമ്പോൾ ഹൈപ്പോന്യൂസ്, അതായത് സ്മോളർ സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് ലാർജർ സൈഡിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോന്യൂസിന്റെ സ്ക്വയറിന് ഈക്വൽ ആവുകയാണ്. ഇനി അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് ഹൈപ്പോന്യൂസ് ഓൾട്ടിറ്റ്യൂഡ് ഒന്നും പറയുന്നില്ല. സ്മോളർ സൈഡ്സ് അതായിരിക്കുമല്ലോ പെർപെൻഡിക്കുലർ സൈഡ്സ് വരുന്നത്, അതിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് ലാർജറിന്റെ സ്ക്വയറിന് ഈക്വൽ ആവുകയാണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എത്രയാ? 25 പ്ലസ് 144 ഈക്വൽ ടു 169. ഈ 169 എന്ന് പറയുമ്പോൾ എന്തുവാ? 13 സ്ക്വയർ അല്ലേ? അപ്പൊ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ എന്ന് കിട്ടി. അപ്പോ ഈ ട്രയാംഗിൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്തു. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ റൈറ്റ് ആംഗിൾ വെർട്ടെക്സ് എവിടെയായിരിക്കും? 13 ഓപ്പോസിറ്റ് ആയിരിക്കും റൈറ്റ് ആംഗിൾ വെർട്ടെക്സ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫിഗർ, അതിന്റെ ഒരു രീതി പറയാം. ഇങ്ങനെയായിരിക്കും ഒന്ന്. ഇത് 12 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ, ഇത് 13 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ കാര്യം? 13 ഓപ്പോസിറ്റ് എന്ത് വരും? 90. ഓക്കെ, അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. 13 ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിലുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോ ഇവിടുത്തെ ആംഗിൾ കിട്ടി 90 ഡിഗ്രി. ഇനി ഇതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആംഗിൾ എത്രയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. കാര്യം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 90 കൂടെ വരാൻ പറ്റുമോ? ഇല്ല. 90 വന്നാൽ അവിടെ തന്നെ രണ്ട് ആംഗിളും കൂടെ സമം 180. പിന്നെ 90 കൂടുതൽ വരുമോ? അത് എന്തായാലും വരത്തില്ല. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മ് 90 വരാവും. അപ്പൊ ഓരോന്നും എത്ര ആയേ പറ്റത്തുള്ളൂ? ലെസ് ദാൻ 90 ആണെങ്കിലേ പറ്റത്തുള്ളൂ. കാര്യം സൈഡ്സ് അല്ലെങ്കിൽ പിന്നെ 0 ഒക്കെ ആവാ പോസിബിൾ അല്ല അത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സൈഡ്സ് വന്ന സ്ഥിതിക്ക് ഇതൊരു ആംഗിൾ 90 ആയതുകൊണ്ട് ബാക്കി രണ്ട് ആംഗിളും എന്തായിരിക്കും? ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓരോ സൈഡ്സും ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ 5 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അപ്പൊ ഇത് രണ്ടും വിട്ടേക്കുക. ഇത് ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ അതെന്താണ്? അത് ലെസ് ദാൻ 90. കാര്യം അക്യൂട്ട് ആംഗിൾ ആണ്. സോ ദ പൊസിഷൻ ഓഫ് ദ തേർഡ് വെർട്ടെക്സ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. കാര്യം എന്താ? ലെസ് ദാൻ 90 ഡിഗ്രി. 12 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നത്. അപ്പൊ ഈ വെർട്ടെക്സിന്റെ അവസ്ഥ എന്തുവാ? ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രിയാ. അപ്പൊ ഇതിന്റെ പൊസിഷൻ, അപ്പൊ 12 ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ തേർഡ് വെർട്ടെക്സിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി നോക്കിയേ, 13 സെന്റിമീറ്റർ നമ്മൾ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ 90 ഡിഗ്രി അല്ലയോ? അപ്പൊ തേർഡ് വെർട്ടെക്സ് ഈസ് ഓൺ ദ സർക്കിൾ. അപ്പൊ 5 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ഡയമീറ്റർ ആയിട്ട് സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ മൂന്ന് സർക്കിൾസ് ആണേ. 5 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ, 12 ഡയമീറ്റർ ആയിട്ട് സർക്കിൾ, 13 ഡയമീറ്റർ ആയിട്ട് സർക്കിൾ. അതിൽ 5 സെന്റിമീറ്റർ വരയ്ക്കുമ്പോഴും 12 സെന്റിമീറ്റർ വരയ്ക്കുമ്പോഴും തേർഡ് വെർട്ടെക്സ് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. 13 സെന്റിമീറ്റർ വരയ്ക്കുമ്പോൾ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു ഫിഗർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് നോക്കാം. ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിക്കാതെ എങ്ങനെയാ ചെയ്യുന്നത് പറയാം.
ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ ആൻഡ് എ സ്മോളർ സർക്കിൾ വിത്ത് ഹാഫ് ദ ലൈൻ ആസ് ഡയമീറ്റർ. അപ്പൊ ആദ്യം നമ്മള് ഒരു ലൈൻ അത് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു ലാർജ് സർക്കിൾ വരയ്ക്കുന്നു. അതിന്റെ പകുതി, അതായത് ഈ ലൈനിന്റെ നേരെ പകുതി ഡയമീറ്റർ ആയിക്കൊണ്ട് അടുത്തൊരു സർക്കിളും വരയ്ക്കുന്നു, ഒരു സ്മോളർ സർക്കിളും വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ ത്രൂ ദ പോയിന്റ് വേർ ദ സർക്കിൾ മീറ്റ്സ് ഈസ് ബൈസെക്ടഡ് ബൈ ദ സ്മോളർ സർക്കിൾ. എന്താ പറഞ്ഞേക്കുന്നത്? ഈ രണ്ട് സർക്കിളും കൂടെ മീറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുമ്പോ ഏതാ? അതാണ്ട് ഈ പോയിന്റ്. അവിടെ നിന്നും വലിയ സർക്കിളിന്, ലാർജർ സർക്കിളിന് വരയ്ക്കുന്ന ഡയമീറ്റർ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. ലാർജർ സർക്കിളിന് വരയ്ക്കുന്ന ഡയമീറ്ററിനെ സ്മോളർ സർക്കിൾ ബൈസെക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഈ കോഡിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം. കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ആദ്യം ഒരു ലൈൻ വരച്ചു, അത് ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരച്ചു, അതിന്റെ നേരെ പകുതി ലെങ്ത് ഡയമീറ്റർ ആക്കിക്കൊണ്ട് അടുത്ത സർക്കിൾ വരച്ചു. രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും വലിയ സർക്കിളിനെ ഞാൻ ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിനെ ചെറിയ സർക്കിൾ ബൈസെക്ട് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സർക്കിള് ആ കോഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് വലിയ പ്രയാസമൊന്നുമില്ല, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആ വലിയ എ ബി എന്ന് വിളിച്ചു. ഓക്കെ, അതാ ഇത് ഞാൻ എം എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഇത് എമ്മും ഇത് എന്നെ വിളിച്ചു. ഞാനിപ്പോ സെന്റർ പൊട്ടവിട്ടേക്കാം. ഇത്രയാണ്. ഓക്കെ, അപ്പോ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജർ സർക്കിൾ ആണല്ലോ. ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ ബി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? എ എം ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ. എ എം ഈസ് ഹാഫ് ഓഫ് എ ബി അല്ലയോ? അവര് പറഞ്ഞേക്കുന്നത് എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ലാർജർ സർക്കിൾ. അടുത്തത് എ എം എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് സ്മോളർ സർക്കിൾ അല്ലെ? അപ്പോ അത് പറഞ്ഞിട്ടുണ്ട് എ എം എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി അല്ലയോ? എ ബിയുടെ പകുതി എടുത്തിട്ടാണ് നമ്മൾ എ എം ഡയമീറ്റർ ആക്കൊണ്ട് എടുത്ത് വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എം ഈസ് ദ സെന്റർ ഓഫ്, അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് ലാർജർ സർക്കിൾ എന്ന് പറഞ്ഞൂടെ? എം എന്ന് പറയുന്നത് ലാർജർ സർക്കിളിന്റെ സെന്റർ ആണ്, എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ലാർജർ സർക്കിളിന്റെ സെന്റർ ആണ്. ഓക്കെ ആണല്ലോ? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിച്ചോണം. അപ്പൊ എന്താണ്? എ ബി വലിയ സർക്കിളിന്റെ ഡയമീറ്റർ, എ എം അതിന്റെ ഹാഫ് ആയതുകൊണ്ട് എം മിഡ് പോയിന്റ് ആണ്. എം മിഡ് പോയിന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് ഡയമീറ്റർ ആയതുകൊണ്ടും ഈ എം എന്ന് പറയുന്നത് ലാർജർ സർക്കിളിന്റെ എന്താണ്? സെന്റർ ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എമ്മും എന്നും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. എമ്മും എന്നും കൂടെ ഞാൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, ആംഗിൾ എ എൻ എം, ആംഗിൾ എ എൻ എം. ഇവിടെ എൻ എന്ന് പറയുന്നത് എന്തുവാ? എൻ ഈസ് ദ പോയിന്റ് വെയർ ദ സ്മോളർ സർക്കിൾ മീറ്റ്സ് ദ കോഡ് എ സി. ആ ലാർജർ സർക്കിളിന്റെ കോഡായിട്ടുള്ള എ സിയെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എൻ. ഈ എൻ മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആംഗിൾ എ എൻ എം ഈക്വൽ ടു എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലയോ? ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ ആകെ പഠിച്ച ഒറ്റ കൺസെപ്റ്റ് അതെന്തുവാ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. സെമി സർക്കിൾ ആംഗിൾ അല്ലയോ? ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നും സർക്കിളിലെ ഇത് എ എന്ന് പറയുന്നത് സ്മോളർ സർക്കിൾ ഡയമീറ്ററാ. അതിന്റെ എൻഡിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റ് ആയിട്ടുള്ള എന്നിലേക്ക് വരച്ചിരിക്കുന്ന ലൈൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഓക്കെ ആണല്ലോ? ആംഗിൾ എ എൻ എം 90 ഡിഗ്രി. ആംഗിൾ എ എൻ എം 90 ഡിഗ്രി എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് മറ്റൊരു കാര്യം പറയാം. ഇവിടെ 90 ഡിഗ്രി വരുവാണെങ്കിൽ എം എൻ എന്ന് പറയുന്ന ലൈൻ എ സിക്ക് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore എം എൻ പെർപെൻഡിക്കുലർ ടു എ സി. എ സിക്ക് പെർപെൻഡിക്കുലർ ആണ് ഏതാ? എം എൻ എന്ന് പറയുന്ന ലൈൻ. ഇനി നമ്മള് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരും. നമ്മള് കഴിഞ്ഞ വർഷം സർക്കിളിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ
ആ കോഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നു അല്ലെ? ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എം എന്ന് പറയുന്നത് ലാർജർ സർക്കിളിന്റെ സെന്റർ ആണ്. എ സി എന്ന് പറയുന്നത് അതിലെ ഒരു കോഡാണ്. നിങ്ങൾ ആ സ്മോളർ സർക്കിൾ തൽക്കാലം വിട്ടേക്ക്. സ്മോളർ സർക്കിളിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. എം എന്താണ്? വലിയ സർക്കിളിന്റെ സെന്റർ, എ സി അതിന്റെ കോഡ്. ഈ സെന്ററിൽ നിന്നും ഈ കോഡിലേക്ക് വരച്ചിരിക്കുന്ന എം എൻ പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങോട്ട് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ അല്ലയോ? അപ്പൊ സ്വാഭാവികമായിട്ടും എ സി അത് ബൈസെക്ട് ചെയ്യണ്ടേ? സെന്ററിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എം എൻ കോഡായിട്ടുള്ള എ സി അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യും. therefore നമുക്ക് എന്ത് പറയാം? എം എൻ ബൈസെക്സ്. ഇതിനു മുമ്പ് നിങ്ങൾ ആ തിയറം എഴുതി ചേർക്കണം. ബൈസെക്സ് എ സി ആണോ? എം എൻ ബൈസെക്സ് എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി അല്ലയോ? എ സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ ഏതാ? എൻ. എൻ എ സിയുടെ മിഡ് പോയിന്റ് ആണ്. തൽക്കാലം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മാറ്റി നിർത്തിയേ. നമ്മൾ എം എൻ ഒന്നും കണക്ട് ചെയ്യില്ല. അപ്പൊ ശരിക്കും എൻ എന്തുമായിരുന്നു? ഈ കോഡിനെ സ്മോളർ സർക്കിൾ കട്ട് ചെയ്ത പോയിന്റ് ആണ് എൻ. സ്മോളർ സർക്കിൾ കട്ട് ചെയ്ത പോയിന്റ് ആണ് എൻ എങ്കിൽ ആ എൻ മിഡ് പോയിന്റ് എന്തിന്റെയാ? എ സിയുടെ മിഡ് പോയിന്റ് ആയിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ? സോ നമുക്ക് എന്ത് പറയാം? എൻ മിഡ് പോയിന്റ് ആയി കിട്ടിയത് കൊണ്ട് സ്മോളർ സർക്കിൾ ബൈസെക്ട് ദ കോഡ് എന്ന് പറയാം. therefore അല്ലെങ്കിൽ that is smaller circle bisects AC or the chord. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇത്രയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ എങ്ങനെ ചെയ്തത്? കൺസെപ്റ്റ് എടുത്ത് എം ആദ്യം സെന്റർ അത് കാണിച്ചു. എന്നിട്ട് ആംഗിൾ നമ്മൾ ഇവിടെ നമുക്ക് ശരിക്കും ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ് ആംഗിൾ എ എൻ എം. എം എൻ കണക്ട് ചെയ്തപ്പോൾ ആംഗിൾ എ എൻ എം 90 ഡിഗ്രി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 90. പിന്നെ വീണ്ടും നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ വർഷത്തെ കൺസെപ്റ്റിലേക്കാണ് പോയത്. സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും എൻ മിഡ് പോയിന്റ് ആണെന്ന് കിട്ടി. എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറഞ്ഞ സ്മോളർ സർക്കിള് കോഡിനെ കട്ട് ചെയ്യുന്ന ഞാനിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്മോളർ സർക്കിൾ ബൈസെക്ട്സ് ദ കോഡ് എ സി. എവിടെ നിന്ന് വരയ്ക്കുന്നതാ? ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന കോഡ്. അങ്ങനെയാണെങ്കിലേ പറ്റത്തുള്ളേ. ഓക്കെ ആണല്ലോ? അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.